ഹോൾ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ച്ഡ് എക്സാമിന് വേണ്ടി കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. നമുക്ക് വേഗം തന്നെ കെമിസ്ട്രി ക്വിക്ക് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽസ് ആണ്. പ്ലാനറ്ററി മോഡൽ, ന്യൂക്ലിയർ മോഡൽ ആരാണ് കണ്ടുപിടിച്ചത്? റൂദർഫോർഡ്. പ്ലാനറ്ററി മോഡൽ, ന്യൂക്ലിയർ മോഡൽ, റൂദർഫോർഡ്. പ്ലം പുഡിംഗ് മോഡൽ, മോളിക്കുലാർ മോഡൽ, ജെ തോംസൺ. പ്ലം പുഡിംഗ് മോഡൽ, മോളിക്കുലാർ മോഡൽ, ജെ തോംസൺ. വേവ് മെക്കാനിക്സ് മോഡൽ, എർവിൻ ഷ്രോഡിഞ്ചർ. വേവ് മെക്കാനിക്കൽ മോഡൽ, എർവിൻ ഷ്രോഡിഞ്ചർ. നമുക്ക് പഠിക്കുമ്പോൾ അപ്പം തന്നെ റിവൈസ് ചെയ്ത് പോകാം. പ്ലാനറ്ററി മോഡൽ, ന്യൂക്ലിയർ മോഡൽ ആരാണ്? റൂദർഫോർഡ്. പ്ലം പുഡിംഗ് മോഡൽ, മോളിക്കുലാർ മോഡൽ, ജെ തോംസൺ. വേവ് മെക്കാനിക്സ് മോഡൽ, എർവിൻ ഷ്രോഡിഞ്ചർ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൾട്ടൺ. Law of multiple proportion was put forward by John Dalton. Law of conservation of mass, Antonio Lavoisier. Law of conservation of mass, Antonio Lavoisier. Law of triads, Dobereiner. Law of triads, Dobereiner. Law of octaves, John Newlands. Law of octaves ആരാണ്? John Newlands. Uncertainty principle, Werner Heisenberg. Uncertainty principle, Werner Heisenberg. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൾട്ടൺ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അന്റോണിയോ ലാവോസിയർ. ലോ ഓഫ് ട്രയാഡ്സ്, ഡൊബറൈനർ. ലോ ഓഫ് ഓക്ടേവ്സ്, ജോൺ ന്യൂലാൻഡ്സ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, വെർണർ ഹെയ്സൻബർഗ്. ഇനി നോക്കാൻ പോകുന്നത് ഡിസ്കവേർഡ് ബൈ ആണ്. പ്രോട്ടോൺ ന്യൂക്ലിയസ് ഡിസ്കവേർഡ് ബൈ ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ ന്യൂക്ലിയസ് ആരാണ് കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. ഇലക്ട്രോൺ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. ഐസോടോപ്സ്, ഐസോടോപ്സ് ഡിസ്കവേർഡ് ബൈ ഫ്രെഡറിക് സോഡി. ഐസോടോപ്സ് ഡിസ്കവേർഡ് ബൈ ഫ്രെഡറിക് സോഡി. ഓക്സിജൻ, ഓക്സിജൻ ആരാണ് കണ്ടുപിടിച്ചത്? ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ, ജോസഫ് പ്രീസ്ലി. ഹൈഡ്രജൻ, ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഇനേർട്ട് ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ് കണ്ടുപിടിച്ചത് വില്യം റാംസെ. ഇനേർട്ട് ഗ്യാസസ്, വില്യം റാംസെ. സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം ആരാണ്? ഹംഫ്രി ഡേവി. സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി. നൈട്രജൻ, നൈട്രജൻ ഡിസ്കവേർഡ് ബൈ ഡാനിയൽ റൂദർഫോർഡ്. നൈട്രജൻ ഡിസ്കവേർഡ് ബൈ ഡാനിയൽ റൂദർഫോർഡ്. അപ്പൊ നൈട്രജനും മാറിപ്പോവരുത്. പ്രോട്ടോണും ന്യൂക്ലിയസും. പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടുപിടിച്ചത് ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. ക്ലോറിൻ, ക്ലോറിൻ കണ്ടുപിടിച്ചത് ആരാണ്? കാൾ വില്യം ഷീലെ. ക്ലോറിൻ, കാൾ വില്യം ഷീലെ. റേഡിയം, റേഡിയം ആരാണ്? മാഡം ക്യൂറി. റേഡിയം കണ്ടുപിടിച്ചത് ആരാണ്? മാഡം ക്യൂറി. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്രോട്ടോൺ ന്യൂക്ലിയസ് ഡിസ്കവേർഡ് ബൈ ഏർണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ, ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ, ജെ തോംസൺ. ഐസോടോപ്സ്, ഫ്രെഡറിക് സോഡി. ഓക്സിജൻ, ജോസഫ് പ്രിസ്ലി. ഹൈഡ്രജൻ, ഹെൻറി കാവൻഡിഷ്. ഇനേർട്ട് ഗ്യാസസ്, വില്യം റാംസെ. സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം ഡിസ്കവേർഡ് ബൈ ഹംഫ്രി ഡേവി. നൈട്രജൻ, ഡാനിയൽ റൂദർഫോർഡ്. ക്ലോറിൻ, കാൾ വില്യം ഷീലെ. റേഡിയം ഡിസ്കവേർഡ് ബൈ മാഡം ക്യൂറി. ഇനി നോക്കാൻ പോകുന്നത് മോസ്റ്റ് അബ്യൂണ്ടന്റ് ആണ്. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്, ഹൈഡ്രജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്, ഹൈഡ്രജൻ. Most abundant element in the atmosphere, nitrogen. Most abundant element in the atmosphere, nitrogen. Most abundant gas in atmosphere, nitrogen. Most abundant gas in atmosphere, nitrogen. Most abundant element in earth crust, oxygen. Most abundant element in earth crust, oxygen. Most abundant metal in earth crust, aluminium. Most abundant metal in earth crust, aluminium. Most abundant metalloid in earth crust, silicon. Most abundant metalloid in earth crust, silicon. Most abundant element in human body, oxygen. Most abundant element in human body ഏതാണ്? Oxygen. Most abundant metal in human body, calcium. Most abundant metal in bones, എല്ലിലുള്ളത് ഏതാണ്? കാൽഷ്യം. The most abundant metal compound in bones, calcium phosphate. Most abundant metal compound ഏതാണ്? Calcium phosphate.
മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ സീ വാട്ടർ. സീ വാട്ടറിൽ ഏതാണ്? ക്ലോറിൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ സീ വാട്ടർ, ക്ലോറിൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് കോമ്പൗണ്ട് ഓൺ എർത്ത് സർഫസ്, വാട്ടർ. മോസ്റ്റ് അബ്യൂണ്ടന്റ് കോമ്പൗണ്ട് ഓൺ എർത്ത് സർഫസ്, വാട്ടർ. ദാറ്റ് മീൻസ് H2O. അത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ ഏതാണ്? ഹൈഡ്രജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തില് നൈട്രജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ. മോസ്റ്റ് എലമെന്റ് ഗ്യാസും ഏതാണ്? നൈട്രജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഭൂവൽക്കത്തിലെ ഏതാണ്? ഓക്സിജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്, ഓക്സിജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് ഏതാണ്? അലുമിനിയം. മാറിപ്പോവരുത്. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് ഓക്സിജനും മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് ഏതാണ്? അലുമിനിയം. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റലോയിഡ് ഇൻ എർത്ത് ക്രസ്റ്റ്, സിലിക്കൺ. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റലോയിഡ് ഇൻ എർത്ത് ക്രസ്റ്റ്, സിലിക്കൺ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏതാണ് എലമെന്റ്? ഏതാണ്? ഓക്സിജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ ഹ്യൂമൻ ബോഡി, ഓക്സിജൻ. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി, കാൽഷ്യം. മാറിപ്പോവരുത്. മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ ഹ്യൂമൻ ബോഡി ഓക്സിജനും മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? കാൽഷ്യം. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ ഇൻ ബോൺസ്, എല്ലിലുള്ളത് ഏതാണ്? കാൽഷ്യം. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ കോമ്പൗണ്ട് ഇൻ ബോൺസ്, കാൽഷ്യം ഫോസ്ഫേറ്റ്. മാറിപ്പോവരുത്. മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ ഇൻ ബോൺസ് കാൽഷ്യവും മോസ്റ്റ് അബ്യൂണ്ടന്റ് മെറ്റൽ കോമ്പൗണ്ട് ഇൻ ബോൺസ് ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. ദ മോസ്റ്റ് അബ്യൂണ്ടന്റ് എലമെന്റ് ഇൻ സീ വാട്ടർ. സീ വാട്ടറിൽ ഏതാണ്? ക്ലോറിൻ. ദ മോസ്റ്റ് അബ്യൂണ്ടന്റ് കോമ്പൗണ്ട് ഓൺ എർത്ത് സർഫസ്, വാട്ടർ. നമുക്കിനി സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. ലിഥിയം. ലിഥിയം കെപ്റ്റ് ഇൻ വാക്സ്. ലിഥിയം എവിടെയാണ് സൂക്ഷിക്കുന്നത്? വാക്സ്. സോഡിയം പൊട്ടാസ്യം കെപ്റ്റ് ഇൻ കെറോസിൻ. സോഡിയം പൊട്ടാസ്യം എവിടെയാണ് സൂക്ഷിക്കുന്നത്? കെറോസിൻ. വൈറ്റ് ഫോസ്ഫറസ് കെപ്റ്റ് ഇൻ വാട്ടർ. വൈറ്റ് ഫോസ്ഫറസ് കെപ്റ്റ് ഇൻ വാട്ടർ. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ലിഥിയം കെപ്റ്റ് ഇൻ വാക്സ്, സോഡിയം പൊട്ടാസ്യം കെപ്റ്റ് ഇൻ കെറോസിൻ, വൈറ്റ് ഫോസ്ഫറസ് കെപ്റ്റ് ഇൻ വാട്ടർ. നമുക്ക് നെക്സ്റ്റ് പീരിയോഡിക് ടേബിളിൽ ഒന്ന് ക്യുക്കായിട്ട് റിവിഷൻ ചെയ്ത് നോക്കാം. പീരിയോഡിക് ടേബിളിൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 18, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 18, നമ്പർ ഓഫ് പീരീഡ്സ് എത്രയുണ്ട്? 7 പീരീഡ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്, എത്ര എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്? 118 അല്ലേ? 118 എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ്സ് എത്രയാണ്? 92 നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പൊ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കാം. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 18, നമ്പർ ഓഫ് പീരീഡ് 7, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 118, നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ്സ് 92. നെക്സ്റ്റ് നമുക്ക് ഫാദേഴ്സിനെ കുറിച്ച് നോക്കാം. ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ആരാണ്? റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അന്റോണിയോ ലാവോസിയർ. മാറിപ്പോവരുത് കേട്ടോ. ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് റോബർട്ട് ബോയിലും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അന്റോണിയോ ലാവോസിയർ. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഫെഡറിക് വൂളർ. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഫെഡറിക് വൂളർ. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ദിമിത്രി മെൻഡിലിയേവ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ദിമിത്രി മെൻഡിലിയേവ്. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി. മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ്? ഹെൻറി മോസ്ലി. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി അന്റോണിയോ ലാവോസിയർ. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഫെഡറിക് വൂളർ. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ദിമിത്രി മെൻഡിലിയേവ്. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി. ഇനി നോക്കാൻ പോകുന്നത് ഇൻവെൻഷൻസ് ആണ്. അക്വാറീജിയ ആരാണ്? ജാബീർ ബിൻ ഹയ്യാൻ. അക്വാറീജിയ ജാബീർ ഐബൻ ഹയ്യാൻ. അലോട്രോപ്സ് ഓഫ് ഹൈഡ്രജൻ ആരാണ്? ഹെയ്സൻബർഗ്. അലോട്രോപ്സ് ഓഫ് ഹൈഡ്രജൻ ഇൻവെന്റഡ് ബൈ ഹെയ്സൻബർഗ്. സിമന്റ് ആരാണ് കണ്ടുപിടിച്ചത്? ജോസഫ് ആസ്പിഡിൻ. സിമന്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ. ഇലക്ട്രോളിസിസ് മൈക്കൽ ഫാരഡെ. ഇലക്ട്രോളിസിസ് ആരാണ്? മൈക്കൽ ഫാരഡെ. ബെൻസീൻ ഗ്യാസും ആരാണ്? മൈക്കൽ ഫാരഡെ. സോഡ വാട്ടർ ജോസഫ് പ്രീസ്ലി. സോഡ വാട്ടർ ഇൻവെന്റഡ് ബൈ ജോസഫ് പ്രീസ്ലി. DDT ആരാണ് കണ്ടുപിടിച്ചത്? പോൾ ഹെർമൻ മുള്ളർ. ബ്ലീച്ചിങ് പൗഡർ ആരാണ്? ചാൾസ് ടെന്നന്റ്. കാർബൺ ഡേറ്റിംഗ് ഫ്രാങ്ക് വില്യാർഡ് ആരാണ്? ഫ്രാങ്ക് വില്യാർഡ് ലിബ്ബി. സൂപ്പർ കണ്ടക്ടിവിറ്റി ഇൻവെന്റഡ് ബൈ കാമർലിംഗ് ഓൺസ്.
സൂപ്പർ കണ്ടക്ടിവിറ്റി കാമർലിൻ ഓൺസ്. ഡൈനാമൈറ്റ്, ഡൈനാമൈറ്റ് ആരാണ്? ആൽഫ്രഡ് നോബൽ. ഡൈനാമൈറ്റ് ഇൻവെന്റഡ് ബൈ ആൽഫ്രഡ് നോബൽ. ഡ്യൂട്ടീരിയം, ഡ്യൂട്ടീരിയം ആരാണ്? ഹാരോൾഡ് യുറേ. ഡ്യൂട്ടീരിയം ഹാരോൾഡ് യുറേ. ഓസോൺ, ഓസോൺ ആരാണ് കണ്ടുപിടിച്ചത്? ക്രിസ്റ്റീൻ ഷോൺബേ. ഓസോൺ ആരാണ്? ക്രിസ്റ്റീൻ ഷോൺബേ. ഓസോൺ ലെയർ, ഓസോൺ ലെയർ ആരാണ് കണ്ടുപിടിച്ചത്? ചാൾസ് ഫാബ്രി, ഹെൻറി ബൂയ്സൺ. ഓസോൺ ലെയർ ആരാണ്? ചാൾസ് ഫാബ്രി, ഹെൻറി ബൂയ്സൺ. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അക്വാറീജിയ, അക്വാറീജിയ ഇൻവെന്റഡ് ബൈ ജാബിർ ഇബ്ൻ ഹയ്യാൻ. അലോട്രോസ് ഓഫ് ഹൈഡ്രജൻ ആരാണ്? ഹെയ്സൻബർഗ്. സിമെന്റ്, സിമെന്റ് ഇൻവെന്റഡ് ബൈ ജോസഫ് ആസ്പിഡിൻ. ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസിസും ബെൻസിൻ ഗ്യാസും ആരാണ് ഇൻവെന്റ് ചെയ്തത്? മൈക്കിൾ ഫാരഡേ. സോഡ വാട്ടർ, സോഡ വാട്ടർ ഇൻവെന്റഡ് ബൈ ജോസഫ് പ്രിസ്ലി. DDT പോൾ ഹെർമൻ മുള്ളർ. ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ ആരാണ്? ചാൾസ് ടെനൻ. കാർബൺ ഡേറ്റിംഗ്, കാർബൺ ഡേറ്റിംഗ് ആരാണ്? ഫ്രാങ്ക് വില്യാർഡ് ലിബി. സൂപ്പർ കണ്ടക്ടിവിറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റി ഇൻവെന്റഡ് ബൈ കാമർലിൻ ഓൺസ്. ഡൈനാമൈറ്റ്, ഡൈനാമൈറ്റ് ആരാണ്? ആൽഫ്രഡ് നോബൽ. ഡ്യൂട്ടീരിയം, ഡ്യൂട്ടീരിയം ഹാരോൾഡ് യുറേ. ഓസോൺ, ഓസോൺ ഇൻവെന്റഡ് ബൈ ക്രിസ്റ്റ്യൻ ഷോൺബേ. ഓസോൺ ലെയർ ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സൺ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മെറ്റൽസ് പ്രസന്റ് ഇൻ ആണ്. മെറ്റൽസ് പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ, അയോൺ. ഹീമോഗ്ലോബിനിലുള്ള മെറ്റൽ ഏതാണ്? അയേൺ. മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, മഗ്നീഷ്യം. ക്ലോറോപ്ലാസ്റ്റിലുള്ള മെറ്റൽ ഏതാണ്? മഗ്നീഷ്യം. മെറ്റൽസ് പ്രസന്റ് ഇൻ ഇൻസുലിൻ ടിയർ, സിങ്ക്. ഇൻസുലിനിലും ടിയറിലുമുള്ള മെറ്റൽ ഏതാണ്? സിങ്ക്. നമുക്ക് പറഞ്ഞു നോക്കാം. മെറ്റൽ പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ, അയേൺ. മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, മഗ്നീഷ്യം. മെറ്റൽ പ്രസന്റ് ഇൻ ഇൻസുലിൻ ടിയർ, സിങ്ക്. നമുക്ക് കുറച്ച് നിക് നെയിംസ് നോക്കാം. ക്യുക്ക് സിൽവർ, ക്യുക്ക് സിൽവർ എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി. ക്യുക്ക് സിൽവർ എന്ന് പറയുന്നത് മെർക്കുറി. ലിറ്റിൽ സിൽവർ, ലിറ്റിൽ സിൽവർ ഏതാണ്? പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ, പ്ലാറ്റിനം. വൈറ്റ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ, വൈറ്റ് ഗോൾഡ് എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? പ്ലാറ്റിനം. ഫൂൾസ് ഗോൾഡ്, ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് അയൺ പൈററ്റൈസ്. ഫൂൾസ് ഗോൾഡ്, അയൺ പൈററ്റൈസ്. ഫ്ലോവിംഗ് ഗോൾഡ്, പെട്രോളിയം. ഫ്ലോവിംഗ് ഗോൾഡ് എന്താണ്? പെട്രോളിയം. ബ്ലാക്ക് ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയം. ബ്ലാക്ക് ഗോൾഡ്, പെട്രോളിയം. അപ്പൊ ഫ്ലോയിങ് ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? പെട്രോളിയം. ബ്ലാക്ക് ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് ഏതാണ്? കോൾ. ബ്ലാക്ക് ഡയമണ്ട്, കോൾ. റെയിൻബോ മെറ്റൽ, റെയിൻബോ മെറ്റൽ ഏതാണ്? ഇറിഡിയം. റെയിൻബോ മെറ്റൽ എന്നറിയപ്പെടുന്നത് ഇറിഡിയം. വണ്ടർ മെറ്റൽ, വണ്ടർ മെറ്റൽ എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. വണ്ടർ മെറ്റൽ, ടൈറ്റാനിയം. മെറ്റൽ ഓഫ് ഫ്യൂച്ചർ, മെറ്റൽ ഓഫ് ഫ്യൂച്ചർ എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയം തന്നെ. വണ്ടർ മെറ്റൽ, മെറ്റൽ ഓഫ് ഫ്യൂച്ചർ എന്നറിയുന്നത് ടൈറ്റാനിയം. ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ, ഹൈഡ്രജൻ. ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ, ഹൈഡ്രജൻ. ലാഫിംഗ് ഗ്യാസ്, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. ലാഫിംഗ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ്. ഹിഡൻ ഗ്യാസ്, ഹിഡൻ ഗ്യാസ് ഏതാണ്? ക്രിപ്റ്റൻ. ഹിഡൻ ഗ്യാസ്, ക്രിപ്റ്റൻ. സ്ട്രേഞ്ചർ ഗ്യാസ്, സ്ട്രേഞ്ചർ ഗ്യാസ് സെനോൺ. സ്ട്രേഞ്ചർ ഗ്യാസ്, സെനോൺ. സൂപ്പർ ഹാലജൻ, സൂപ്പർ ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിൻ. സൂപ്പർ ഹാലജൻ, ഫ്ലൂറിൻ. സിന്തറ്റിക് ഹാലജൻ, അസ്റ്റാറ്റിൻ. സിന്തറ്റിക് ഹാലജൻ ഏതാണ്? അസ്റ്റാറ്റിൻ. സ്യൂഡോ ഹാലജൻ, സയനോജൻ. സ്യൂഡോ ഹാലജൻ, സയനോജൻ. ഓയിൽ ഓഫ് വിട്രിയോൾ, സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. നിക് നെയിംസ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ക്യുക്ക് സിൽവർ, ക്യുക്ക് സിൽവർ മെർക്കുറി. ലിറ്റിൽ സിൽവർ, പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ, വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ഫൂൾസ് ഗോൾഡ്, ഫൂൾസ് ഗോൾഡ് ഏതാണ്? അയൺ പൈററ്റീസ്. ഫ്ലോയിങ് ഗോൾഡ്, പെട്രോളിയം. ബ്ലാക്ക് ഗോൾഡ്, പെട്രോളിയം. ബ്ലാക്ക് ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട് എന്നറിയപ്പെടുന്നത് കോൾ. റെയിൻബോ മെറ്റൽ, ഇറിഡിയം. വണ്ടർ മെറ്റൽ, മെറ്റൽ ഓഫ് ഫ്യൂച്ചർ എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ, ഹൈഡ്രജൻ. ലാഫിംഗ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ്. ഹിഡൻ ഗ്യാസ്, ക്രിപ്റ്റൻ. സ്ട്രേഞ്ചർ ഗ്യാസ്, സെനോൺ. സൂപ്പർ ഹാലജൻ, ഫ്ലൂറിൻ. സിന്തറ്റിക് ഹാലജൻ, അസ്റ്റാറ്റിൻ. സ്യൂഡോ ഹാലജൻ, സയനോജൻ. ഓയിൽ ഓഫ് വിട്രിയോൾ, സൾഫ്യൂരിക് ആസിഡ്. അയിരുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അലുമിനിയം, അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അലുമിനിയം, ബോക്സൈറ്റ്. ലെഡ്, ലെഡ്, ലെഡിന്റെ ഓർ ഏതാണ്? ഗലീന. ലെഡിന്റെ ഓറാണ് ഗലീന. ഗലീന ഏതിന്റെ ഓറാണെന്ന് ചോദിക്കാം. ലെഡ്. ടൈറ്റാനിയം, ടൈറ്റാനിയത്തിന്റെ ഓർ ഏതാണ്? ഇലുമിനൈറ്റ് റൂട്ടൈൽ. ടൈറ്റാനിയം, ഇലുമിനൈറ്റ്
റൂട്ടൈൽ. മെർക്കുറി, മെർക്കുറിയുടെ ഓറാണ് സിന്നബർ. മെർക്കുറി, സിന്നബർ. തോറിയം, തോറിയത്തിന്റെ ഓർ ഏതാണ്? മോണോസൈഡ്. തോറിയം, മോണോസൈഡ്. പൊട്ടാസ്യം, പൊട്ടാസ്യത്തിന്റെ ഓറാണ് സിൽവൈൻ. പൊട്ടാസ്യം, സിൽവൈൻ. കാൽഷ്യം, കാൽഷ്യത്തിന്റെ ഓറാണ് ജിപ്സം ഫ്ലൂറോസ്പാർ. കാൽഷ്യം, ജിപ്സം ഫ്ലൂറോസ്പാർ. അയൺ, അയണിന്റെ ഓർ എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ്. ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നതാണ് അയൺ പൈററ്റിസ്. അയണിന്റെ ഓർ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റിസ്. കോപ്പർ, കോപ്പറിന്റെ ഓർ ഏതാണ്? മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. കോപ്പറിന്റെ ഓറാണ് മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. യുറേനിയം, യുറേനിയത്തിന്റെ ഓറാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയം, പിച്ച് ബ്ലെൻഡ്. ടിൻ, ടിന്നിന്റെ ഓർ ഏതാണ്? കാസിറ്ററി. ടിന്നിന്റെ ഓറാണ് കാസിറ്ററി. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അലുമിനിയം, അലുമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ്. ലെഡ്, ഗലീന. ടൈറ്റാനിയം, ഇലുമിനൈറ്റ്, റൂട്ടൈൽ. മെർക്കുറി, മെർക്കുറിയുടെ ഓറാണ് സിന്നബർ. തോറിയം, മോണോസൈഡ്. പൊട്ടാസ്യത്തിന്റെ ഓറാണ് സിൽവൈൻ. കാൽഷ്യം, കാൽഷ്യത്തിന്റെ ഓറ് ജിപ്സം ഫ്ലൂറോസ്പാർ. അയൺ, അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റൈസ്. കോപ്പർ, കോപ്പറിന്റെ ഓറാണ് മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്. യുറേനിയം, യുറേനിയത്തിന്റെ ഓറാണ് പിച്ച് ബ്ലെൻഡ്. ടിൻ, ടിന്നിന്റെ ഓറാണ് കാസിറ്ററൈറ്റ്. ഓരോ പ്രോസസ്സും ഏതാന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ, ബോഷ് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ, ബോഷ് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം ഏതാണ്? ഹോൾ ഹെറോൾഡ് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം ഏതാണ്? ഹോൾ ഹെറോൾഡ് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് നൈട്രിക് ആസിഡ്, ഓസ്വാൾഡ് പ്രോസസ്. നൈട്രിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഏതാണ്? ഓസ്വാൾഡ് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് നോബിൾ മെറ്റൽസ്, സയനൈഡ് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് നോബിൾ മെറ്റൽസ്, സയനൈഡ് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ, സ്റ്റീലിന്റെ ഏതാണ്? ബെസിമർ പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ, ബെസിമർ പ്രോസസ്. മാനുഫാക്ചറിംഗ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, കോണ്ടാക്ട് പ്രോസസ്. മാനുഫാക്ചറിംഗ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, കോണ്ടാക്ട് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ, അമോണിയയുടെ ഏതാണ്? ഹേബർ പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ, ഹേബർ പ്രോസസ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ, ബോഷ് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം, ഹോൾ ഹെറാൾഡ് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് നൈട്രിക് ആസിഡ്, ഓസ്വാൾഡ് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് നോബിൾ മെറ്റൽസ്, സയനൈഡ് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ, ബെസിമർ പ്രോസസ്. മാനുഫാക്ചറിംഗ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, കോണ്ടാക്ട് പ്രോസസ്. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഏതാണ്? ഹേബർ പ്രോസസ്. ഗ്യാസ് വിച്ച് ബേൺസ് ഇറ്റ്സെൽഫ്, ഹൈഡ്രജൻ. ഗ്യാസ് വിച്ച് ബേൺസ് ഇറ്റ്സെൽഫ്, hydrogen. Gas which helps in burning, oxygen. Gas which helps in burning, oxygen. Gas which is used as fire extinguisher, carbon dioxide. Gas which is used as fire extinguisher, carbon dioxide. ഇത് മൂന്ന് മാറിപ്പോവരുത്. സ്വയം കത്തുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. ഗ്യാസ് വിച്ച് ഹെൽപ്സ് ഇൻ ബേണിംഗ്, ജ്വലനത്തെ സഹായിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. ഗ്യാസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫയർ എക്സ്റ്റിംഗ്വിഷർ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓരോന്നിലുള്ള ആസിഡ് ഏതാന്ന് നോക്കാം. ആസിഡ്സ് ഫൗണ്ട് ഇൻ ടൊമാറ്റോ, ടൊമാറ്റോയിലുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. ആസിഡ് ഫൗണ്ട് ഇൻ ടൊമാറ്റോ, ഓക്സാലിക് ആസിഡ്. ആസിഡ്സ് ഫൗണ്ട് ഇൻ ഗ്രേപ്സ്, ടാർട്ടാറിക് ആസിഡ്. ഗ്രേപ്സിലുള്ള ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ, ആപ്പിളിലുള്ള ആസിഡ് ആണ് മാലിക് ആസിഡ്. ആപ്പിളിലുള്ള ആസിഡ് മാലിക് ആസിഡ്. ഓയിൽ, ആസിഡ് ഫൗണ്ട് ഇൻ ഓയിൽ ഏതാണ്? സ്റ്റീറിയക് ആസിഡ്. ആസിഡ് ഫൗണ്ട് ഇൻ ഓയിൽ, സ്റ്റീറിയക് ആസിഡ്. ആസിഡ് ഫൗണ്ട് ഇൻ ടാപ്പിയോക്ക, ടാപ്പിയോക്കയിലുള്ളത് ഏതാണ്? പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ടാപ്പിയോക്കയിലുള്ള ആസിഡ് ആണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ടീ, ടീയിലുള്ള ആസിഡ് ആണ് ടാനിക് ആസിഡ്. ടീയിൽ ഏതാണ് ആസിഡ് ഉള്ളത്? ടാനിക് ആസിഡ്. ആൻഡിലുള്ളത് ഫോമിക് ആസിഡ്. ആൻഡിലുള്ളത് ഫോമിക് ആസിഡ്. സോഡ വാട്ടർ, സോഡ വാട്ടറിലുള്ള ആസിഡ് ആണ് കാർബോണിക് ആസിഡ്. സോഡ വാട്ടർ, കാർബോണിക് ആസിഡ്. ലെമൺ, ലെമണിലുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. ലെമണിലെ ആസിഡ് ആണ് സിട്രിക് ആസിഡ്. മിൽക്ക്, മിൽക്കിലുള്ള ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. മിൽക്കിലേതാണ്? ലാക്റ്റിക് ആസിഡ്. വിനെഗർ, വിനെഗറിലുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. വിനെഗറിലെ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. ആസ്പിരിൻ, ആസ്പിരിനിലെ ആസിഡ് ആണ് അസറ്റൽ സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ, അസറ്റൽ സാലിസിലിക് ആസിഡ്. മീറ്റ്, മീറ്റിലുള്ള ആസിഡ് ഏതാണ്? അമിനോ ആസിഡ്. മീറ്റിലുള്ള ആസിഡ് ആണ് അമിനോ ആസിഡ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആസിഡ് ഫൗണ്ട്സ് ഇൻ ടൊമാറ്റോ, ഓക്സാലിക് ആസിഡ്. ആസിഡ് ഫൗണ്ട് ഇൻ ഗ്രേപ്സ്, ടാർട്ടാറിക് ആസിഡ്.
acid found in apple, malic acid. Acid found in oil, stearic acid. Acid found in tapioca, prussic acid അല്ലെങ്കിൽ hydrocyanic acid. Acid found in tea ഏതാണ് tannic acid. Acid found in and formic acid. Acid found in soda water ഏതാണ് carbonic acid. Acid found in lemon, citric acid. Acid found in milk, lactic acid. Acid found in vinegar, acetic acid. Acid found in aspirin, acetyl salicylic acid. Acid found in meat, amino acid. നോൺ ആസ് നോക്കാം. മാഷ് ഗ്യാസ്. മാഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതാണ് മീഥെയ്ൻ. മീഥെയ്ൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മാഷ് ഗ്യാസ്. മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ നോൺ ആസ് മെഥനോൾ. മീഥൈൽ ആൽക്കഹോൾ മെഥനോൾ. ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ നോൺ ആസ് എഥനോൾ. ഈഥൈൽ ആൽക്കഹോൾ എഥനോൾ. മെഥനോൾ. മെഥനോൾ എന്ന് വെച്ചാൽ എന്താണ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റിനെയാണ് മെഥനോൾ എന്ന് പറയുന്നത്. എത്തനോൾ. എത്തനോൾ ഏതാണ് ഗ്രെയിൻ ആൽക്കഹോൾ. ഗ്രെയിൻ ആൽക്കഹോൾ ഏതാണ് എത്തനോൾ. ഹാർഡ് കോൾ. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ്. സോഫ്റ്റ് കോൾ. സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ്. സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ബിറ്റുമിനസ്. ബ്രൗൺ കോൾ. ബ്രൗൺ കോൾ ആണ് ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ ലിഗ്നൈറ്റ്. വൈറ്റ് ടാർ. വൈറ്റ് ടാർ അറിയപ്പെടുന്നത് നാഫ്തലിൻ. നാഫ്തലിൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് വൈറ്റ് ടാർ. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മീഥേൻ. മീഥേൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മാഷ് ഗ്യാസ്. മീഥേൻ നോൺ ആസ് മാഷ് ഗ്യാസ്. മീഥൈൽ ആൽക്കഹോൾ നോൺ ആസ് മെത്തനോൾ. മീഥൈൽ ആൽക്കഹോൾ മെത്തനോൾ. ഈഥൈൽ ആൽക്കഹോൾ എഥനോൾ. മെഥനോൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് വുഡ് സ്പിരിറ്റ്. മെഥനോൾ നോൺ ആസ് വുഡ് സ്പിരിറ്റ്. എഥനോൾ നോൺ ആസ് ഗ്രെയിൻ ആൽക്കഹോൾ. മാറിപ്പോവരുത്. മെഥനോൾ നോൺ ആസ് വുഡ് സ്പിരിറ്റ്. എഥനോൾ നോൺ ആസ് ഗ്രെയിൻ ആൽക്കഹോൾ. ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് നോൺ ആസ് ഹാർഡ് കോൾ. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ്. സോഫ്റ്റ് കോൾ ഏതാണ് ബിറ്റുമിനസ്. ബ്രൗൺ കോൾ ലിഗ്നൈറ്റ്. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലിൻ. pH വാല്യൂസ് നോക്കാം. അമോണിയ. അമോണിയയുടെ pH വാല്യൂ ആണ് 10.6 to 11. അമോണിയയുടെ pH വാല്യൂ 10.6 to 11. സീ വാട്ടർ. സീ വാട്ടറിന്റെ pH വാല്യൂ 8. സീ വാട്ടർ 8. വാട്ടർ. ജലത്തിന്റെ pH വാല്യൂ എത്രയാണ് 7. വാട്ടർ 7. മിൽക്ക്. മിൽക്കിന്റെ pH വാല്യൂ 6.5. മിൽക്ക് 6.5. ടീ. ടീ എത്രയാണ് 5.5. ടീയുടെ pH വാല്യൂ ആണ് 5.5. കോഫി. കോഫിയുടെ 5. കോഫിയുടെ pH വാല്യൂ 5. ബിയർ. ബിയറിന്റെ pH വാല്യൂ 4.5. ബിയറിന്റെ pH വാല്യൂ എത്രയാണ് 4.5. ടൊമാറ്റോ. ടൊമാറ്റോയുടെ pH വാല്യൂ ആണ് 4.2 to 4.4. 4.2 മുതൽ 4.4 വരെയാണ് ടൊമാറ്റോയുടെ pH വാല്യൂ. ആസിഡ് റെയിൻ. ആസിഡ് റെയിനിന്റെ pH വാല്യൂ ആണ് 4 to 5.5. ആസിഡ് റെയിൻ 4 to 5.5. ഗ്രേപ്സ്. ഗ്രേപ്സിന്റെ pH വാല്യൂ ആണ് 3 to 3.2. ഗ്രേപ്സ് 3 to 3.2. വിനെഗർ. വിനെഗറിന്റെ pH വാല്യൂ ആണ് 2.9. വിനെഗറിന്റെ pH വാല്യൂ എത്രയാണ് 2.9. ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസിന്റെ pH വാല്യൂ ആണ് 2.4. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അമോണിയ. അമോണിയയുടെ pH വാല്യൂ 10.6 to 11. സീ വാട്ടർ 8. വാട്ടർ 7. മിൽക്ക് 6.5. ടീ 5.5. കോഫി 5. ബിയർ 4.5. ടൊമാറ്റോ 4.2 to 4.4. ആസിഡ് റെയിൻ 4 to 5.5. ഗ്രേപ്സ്. ഗ്രേപ്സിന്റെ 3 to 3.2. വിനെഗർ. വിനെഗറിന്റെ pH വാല്യൂ 2.9. ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസിന്റെ pH വാല്യൂ ആണ് 2.4.